രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ സംഭവത്തിൽ സിപിഎം തെരുവിൽ പ്രതിഷേധിക്കുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. ഏത് വിധേനയും പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ പാർലമെന്റിൽ നിന്നും ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ നേരിടാൻ തയ്യാറാണ്. കേരളത്തിലെ കോൺഗ്രസിന്റേത് മൃദു ഹിന്ദുത്വ നിലപാടാണെന്നും എം.വി. ഗോവിന്ദൻ വിമർശിച്ചു. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ നടപടി ജനവിരുദ്ധമാണെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും പ്രതികരിച്ചു. കോടതി വിധി അന്തിമമായ വിധിയല്ല. കോടതിയുടെ മേലെയും ഒരുപാട് സംവിധാനങ്ങൾ നിലനിൽക്കുമ്പോഴും പ്രാഥമികമായി ഉണ്ടായൊരു വിധിയെ അടിസ്ഥാനപ്പെടുത്തി പാർലമെൻറ്റ് മെമ്പറെ തന്നെ ആ സ്ഥാനം ഒഴിവാക്കുക എന്നുള്ളത് ജനാധിപത്യ സംവിധാനത്തിന് യോജിച്ച നിലപാടല്ല. എങ്ങനെയും ഏത് വിധേനയും പ്രതിപക്ഷ പാർട്ടി നേതൃത്വത്തെ പാർലമെൻറ്റിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമമാണിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളാകെ വ്യത്യസ്ത തരത്തിലുള്ള പ്രതിരോധം ചമക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്, കോടതിയുമായി ബന്ധപ്പെടുന്നുണ്ട്. കേരളത്തിൽ ഏത് സന്ദർഭത്തിലും ഏത് തെരഞ്ഞെടുപ്പും നേരിടാൻ തയ്യാറാണ്. ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെല്ലാം യോജിച്ച ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. തികച്ചും ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിയാണ്. അതിനെതിരായി വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. CPIയും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. വയനാട്ടിൽ CPI ആണ് കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ വയനാട് ഒരു കേരള പ്രശ്നമല്ല, ഇതൊരു ദേശീയ പ്രശ്നമാണ്. അതുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളുടെ ദേശീയ നേതൃത്വം സ്വീകരിക്കുന്ന എന്ത് നിലപാടും കേരളത്തിന് ബാധകമാണ്. രാഷ്ട്രീയമായ മറുപോക്കൽ വളരെ ക്ലിയറായിട്ട് പുറത്തു വരുമ്പോൾ ഈ ഒപ്പോസിഷൻ ലീഡേഴ്സൊക്കെ വേട്ടയാടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനപ്പുറത്തേക്കൊരു ഐക്യം ഉണ്ടാകേണ്ടതില്ലേ? അല്ല, ഇതിപ്പോൾ ഒരു സർക്കാരിൻ്റെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള മുഖം അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിനെതിരെ എല്ലാവരും ഫാസിസത്തിനെതിരെ യോജിക്കേണ്ട സമയമാണ്. CPM ഒരു പ്രത്യക്ഷ സമരത്തിന് റോഡിൽ തെരുവിലിറങ്ങുമെന്ന് എം.വി. ഗോവിന്ദൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. CPM സമാനമായിട്ടൊരു കേന്ദ്ര സർക്കാരിനെതിരെ ഈ നിലപാടിനെതിരെ ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നുണ്ട് തെരുവിൽ. ഇല്ല, ഞങ്ങൾ തീരുമാനിക്കുന്നത് LDFോ CPIയോ എടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ഞങ്ങൾ കൂടി ആലോചിക്കും. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ വിഷയത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലിൽ ബഹളം. രാഹുലിനെ അയോഗ്യനാക്കിയ നടപടിയെ UDF, LDF കൗൺസിലർമാർ അപലപിച്ചു. എന്നാൽ ബജറ്റ് സമ്മേളനത്തിൽ മറ്റു വിഷയങ്ങളിൽ പ്രതിഷേധിക്കുന്നത് ചട്ടവിരുദ്ധമാണെന്ന് ആരോപിച്ച് BJP രംഗത്തെത്തി. UDF, LDF കൗൺസിലർമാരുടെ പ്രസംഗം രേഖകളിൽ നിന്നും നീക്കം ചെയ്യണമെന്നും BJP ആവശ്യപ്പെട്ടു.